അപ്പം അവൻ അവിടെ നിൽക്കുന്നത് അനിയെ, ഞാൻ നിൽക്കുന്ന അവിടെ പാല് കൊടുക്കാൻ പോകണല്ലോ, ഓടിക്കോളാൻ പറഞ്ഞു. ഞാൻ താഴേക്ക് ഓടിയാൽ എവിടെ നിന്ന് ആന ആരെങ്കിലും ഓടിയാൽ നോക്കലും ആന ഇവിടെയാണ് നിൽക്കുന്നത്. ഞാൻ ഓടി എൻ്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ നിന്നാണ് ആന തെന്നുന്നത്. ഇത് ആന ഇങ്ങോട്ട് ഇതാ ഇവിടെ നിന്ന് തെന്നിപ്പോണ പാട ചെയ്താ അവിടെ വരെ ഒറ്റ തെന്നലാണ് ആന. അവിടെ ഒരു 3.5 മീറ്റർ വീതി ഇതാ അവിടെ നിന്നാണ് തെന്നുന്നത്. ഇവിടെ തെന്നിപ്പോയി അല്ലേ? ആന തെന്നിപ്പോയി. ഇല്ലെങ്കിൽ ആന മുന്നേ ആന പിടിച്ചിരിക്കും. തെന്നി വീണു അല്ലേ? എന്നിട്ട് ഒരു കാലം ഇങ്ങോട്ട് പോകണം തെന്നിയിട്ട് വീണു. ആന മുഖം കുത്തിയാടെ കുത്തുന്നു. അപ്പം ഇതുണ്ടോ ഇവിടെ നിന്ന് വരുന്ന പിന്നത്തെ കാലത്ത് പാഞ്ഞ ആന വരുന്നത് എന്നെ പിടിക്കാനായിട്ട്. അപ്പൊ ഇത്രയും ആനയുടെ സ്പീഡാണ് അകലം കാണിക്കുന്നത്. ദേഷ്യത്തിൽ പാഞ്ഞു പോയി. എന്തോ ഇവിടെ തെന്നി ഇവിടെ വന്ന ബ്രേക്ക് പിടിച്ചാ ഇവിടെ വന്നാ നിന്നു. അപ്പൊ ഞാൻ ഇവിടെ എത്തി. ചേട്ടൻ അപ്പൊ ഇങ്ങനെ ഇതിലേ കയറി? കാരണം എനിക്ക് അങ്ങോട്ടൊക്കെ പോയാൽ ആനയ്ക്ക് സൗകര്യമില്ല എന്റെ അടുത്തെത്താൻ. ഈ ആനയുടെ തെന്നി വീഴുന്നില്ലെങ്കിൽ എന്റെ മുന്നിലെത്തും ആനയുടെ. രണ്ട് കടന്ന് ആന ഇതിലൂടെ എത്തിയത്. ഏകദേശം അവിടെ എത്തിയായിരുന്നല്ലേ? തെങ്ങിന്റെ മേലെ അവിടെ എത്തിയായിരുന്നു. ചേട്ടൻ ഇവിടെ എത്തിയ സമയം കൊണ്ട് ആന വീഴ്ച കഴിഞ്ഞ് ഇവിടെ എത്തി. അപ്പൊ ഏകദേശം ദൂരം രണ്ടും കണക്കാണല്ലോ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ നടവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നടവയലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഒത്തിരി അധികം പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് നടവയൽ എന്ന് പറയുന്നത്. വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് നടവയൽ, നെയ്ക്കുപ്പ, കയണിച്ചിറ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ. എന്നെന്ന് പറയുന്ന പോലെ ഓരോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആനയായിട്ടും കടുവയായിട്ടും കാട്ടുപന്നിയായിട്ടും എല്ലാ മൃഗങ്ങളും നാട്ടിലിറങ്ങി വളരെയധികം നാശനഷ്ടം സംഭവിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നടവയൽ, നെയ്ക്കുപ്പ, അതുപോലെ തന്നെ കെണിച്ചിറ ഭാഗങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഏതായാലും ഉള്ളത് നടവയലാണ്. നടവയൽ കായക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ 2 ദിവസങ്ങൾക്ക് മുന്നേ, അതായത് ഞായറാഴ്ച വെളുപ്പിന് ഒരു കർഷകനെ ആന വളരെ ഭീകരമായ രീതിയിൽ ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തലനാരി വയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അദ്ദേഹം പശുവിനെ കറന്ന് രാവിലെ പാല് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഒരു 6 മണി സമയത്ത് പാല് കറന്ന് കൊടുക്കാനായിട്ട് പോകുന്നൊരു സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അനിയൻ അവിടെ നിന്ന് വിളിച്ച് പറയുകയും ആനയുണ്ടെന്ന് പറയുകയും പെട്ടെന്ന് ആനേനെ കാണുന്നു. ആനേനെ കണ്ട നിമിഷം കൊണ്ട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് ഓടുന്നു. ആ ഒരു സമയം കൊണ്ട് തന്നെ ആന പാഞ്ഞ് അദ്ദേഹത്തിൻ്റെ നേരെ വന്നു. നിമിഷ നേരം കൊണ്ട് ആന അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. പക്ഷേ അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന തെന്നി വീണു. ആന തെന്നി വീണതുകൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടത്. അത് ഭയങ്കര ഒരു ലക്കായി പോയി അദ്ദേഹത്തിന്. അപ്പോൾ നമ്മൾ ഏതായാലും ആ ഒരു സ്ഥലത്താണുള്ളത്. നമ്മളിനി ആ ചേട്ടനെയും അതുപോലെ തന്നെ സംഭവം നടന്ന ആ ഒരു സ്ഥലമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ആ ചേട്ടന് പശുവിനെ പാല് കറക്കാനുള്ളതുകൊണ്ട് ഇച്ചിരി തിരക്കൊണ്ട് നമ്മൾ ഏതായാലും ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ചേട്ടനെ ആന ഓടിച്ച് ആ ഒരു സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. ചേട്ടനൊരു കർഷകനാണ്. ഒരു പശുവിനൊക്കെ രാവിലെ പശുവിനെ കറക്കുന്നുണ്ടല്ലേ? അതെ, ഉണ്ട്. ഞാൻ രാവിലെ കഴിഞ്ഞ ഞായറാഴ്ച 21-ാം തീയതി രാവിലെ പശുവിനെ കറന്ന് പാല് കൊടുക്കാൻ പോകുന്നു. അവിടെയാണ് പാൽ അളക്കുന്നത്. ഇവിടെ അവിടെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതിലേ ഇറങ്ങി ഇങ്ങനെ പോയി ഇവിടെ എത്തുന്നു. റോട്ടിൽ ഇതിലേ ഇറങ്ങിയിട്ട് ഈ റോഡിലെത്തുന്നു. അപ്പോൾ എൻ്റെ അനിയൻ എന്നെക്കാട്ടി 2-3 മിനിറ്റ് മുന്നേ പോയി പാലളക്കാൻ. അപ്പോൾ അവൻ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ചേട്ടാ അത് ആന വരുന്നു, ഓടിക്കുമെന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ ആന എവിടെ എന്താന്നുള്ള ആന നിൽക്കുന്ന കണ്ടിട്ട് ഓടാൻ. ആനിപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഓടാൻ പറ്റുമോ? ഇങ്ങോട്ട് ഓടാൻ പറ്റും. നല്ല തെളിച്ചുള്ള സ്ഥലത്ത് എങ്ങോട്ട് ഓടിയാലും ആന 2 സെക്കൻഡിനുള്ളിൽ എൻ്റെ അടുത്തെത്തും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതാണ് ആന നിൽക്കുന്നത്. ഇവിടെ പറമ്പിലല്ലേ? ചേട്ടൻ്റെ പേര് ചോദിക്കാൻ പറ്റുമോ? എൻ്റെ പേര് തങ്കച്ചൻ. കുളത്തെങ്കൽ തങ്കച്ചൻ. ഓക്കെ. ഈ സ്ഥലം നടവയലല്ലേ? നടവയലാണ്. ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് നടവയലിന്. കായക്കുന്ന്. ഇതൊക്കെ പിടിച്ചു. എന്നെ ഓടിച്ചിട്ടാണ് തിരിച്ചു പോയതാ. ഇതാണ് എന്നെ ഓടിച്ച വഴി. എന്നെ ഓടിക്കുന്ന വഴി ഇതാണ്. ഇവിടം വരെ ഓടിച്ചല്ലേ? അവിടം വരെ ഓടിച്ചു. ഇവിടെ തെന്നിയില്ലേ? ആന തിന്നുന്നത് അവിടെയാ. ഇവിടെയാണ് ആന തിന്നുന്നത്. ഇതാ വരുന്നത്. എവിടെ നിൽക്കുവായിരുന്നു ആന? ശരിക്കും എവിടെ നിന്നേ? ആന ഇവിടെ. അവിടെ കാണിച്ചാൽ അവിടെ നേരെ ചേട്ടൻ്റെ നേരെ ഓടി വന്നല്ലേ? അപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടെ. അവിടെയാണ് ഞാൻ നിൽക്കുന്നു. അനിയൻ അവിടെ നിൽക്കുന്നു. ആന ഇവിടെ നിൽക്കുന്നു. ഇത് മൊത്തം ശരിക്കും പറഞ്ഞാൽ റബ്ബർ തോട്ടം തന്നെയല്ലേ മൊത്തം? അതെ. ഇവിടെ നിൽക്കുന്നു ആന. അപ്പം അവൻ അവിടെ നിൽക്കുന്നു അനിയൻ. ഞാൻ നിൽക്കുന്നത് അവിടെ. പാല് കൊടുക്കാൻ പോകണല്ലോ, ഓടിക്കോളാൻ പറഞ്ഞു. ഞാൻ താഴേക്ക് ഓടിയാൽ എവിടെ നിന്ന് ആന ആരെങ്കിലും ഓടിയാൽ നോക്കലും
ആന ഇവിടെയാണ് നിൽക്കുന്നത്. ഞാൻ ഓടി എൻ്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ നിന്നാണ് ആന തെന്നുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ തന്നെ ആന ഇങ്ങോട്ട് ഇതാ ഇവിടെ നിന്ന് തെന്നിപ്പോണ പാട ചെയ്താ അവിടെ വരെ ഒറ്റ തെന്നലാണ് ആന. അവിടെ ഒരു 3.5 മീറ്റർ വീതി ഇതാ അവിടെ നിന്നാണ് തെന്നുന്നത്. ഇവിടുന്ന് തെന്നിപ്പോയി അല്ലേ? ആന തെന്നിപ്പോയി. ഇല്ലെങ്കിൽ ആന മുന്നേ ആന പിടിച്ചിരിക്കും. തെന്നി വീണു അല്ലേ? എന്നിട്ട് ഒരു കാലം ഇങ്ങോട്ട് പോകണം തെന്നിയിട്ട് വീണു. ആന മുഖം കുത്തി അവിടെ കുത്തുന്നു. അപ്പം ഫ്രണ്ട് കാലിന്റെ അല്ല കൈയുടെ രണ്ടിനും ബലം പോയിട്ടില്ല, ആനയുടെ കുത്തിപ്പോയി. അങ്ങനെ ഒരു കാലം അത് ആന തെന്നതിന്റെ ആനയുടെ ഒരു കാലം ഇത്. അങ്ങനെ ആന ഇവിടുന്ന് വേഗം എണീക്കുന്നു. ആ ഒരു നിമിഷം കൊണ്ട് എനിക്ക് കഴിച്ചാലുള്ള സമയവും കിട്ടുന്നു. ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, സെക്കൻഡ് ഇല്ലല്ലോ, കഴിച്ചാൽ സമയം കിട്ടുന്നു. അങ്ങനെ അപ്പം ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ എന്നെ പിടിക്കാനാണ് ആന നേരെ കയറുന്നത് അങ്ങോട്ട്. ഇതാണ് ആനയുടെ ചാല്. സ്ഥിരം കയറി പോകുന്നയാ? ഇതാണ് സ്ഥിരം കയറി പോണ ചാല്. ആന കയറി പോകുന്ന വഴിയാട്ടെ. അന്നേരം ആ വഴിക്ക് പോകാനാണ് ആന ഇവിടം വരെ വരുന്നത്. ആന അങ്ങോട്ട് പോകേണ്ടതാ. പക്ഷെ എന്നെ ഇവിടുന്ന് കണ്ടു, എന്തോ തോന്നി റോട്ടിൽ നിന്ന് കണ്ടു, എന്നെ റോട്ടിൽ നിന്ന് കണ്ടു. ഇല്ല പിന്നെ ആനക്ക് അങ്ങോട്ട് വരേണ്ട കാര്യമില്ല, ആനക്ക് ഇതിരെയായാലും ഇറങ്ങിപ്പോയാ പോരെ. അപ്പൊ എന്നെ കണ്ടിട്ടാണ് ആന വരുന്നത്. അങ്ങനെ ഇവിടുന്ന് ആന മോന്ത കുത്തി പോണു, വേഗം ചാടി എണീക്കുന്നു. ആ സ്പീഡിൽ ഇറങ്ങാൻ നോക്കിയാലേ? ഇറങ്ങാൻ നോക്കി. അപ്പോഴാ തെന്നിപ്പോയി ആന വീണ് പോണത്. ഒറ്റ തെന്നൽ നോക്ക് എത്ര ദൂരം ഉണ്ടെന്ന്. ഒരു 3-3.5 മീറ്റർ ദൂരം ഉണ്ട് ആനയുടെ തെന്നൽ. ഒരു കാലം അങ്ങോട്ടാ പോണത്, ഒരു കാലം ഇങ്ങോട്ട്. എന്നിട്ട് ആന ഇവിടുന്ന് മോന്ത കുത്തി പോണു. രസക്കൻ ആന എണീക്കുന്നു. കൈ ഇവിടെ അങ്ങോട്ടാ കുത്തിയാന്ന് എനിക്ക് തോന്നുന്നു. അതാണ് 2 കൈ അടുപ്പിച്ച് കുത്തിയത്. ഇല്ല അങ്ങനെ അടുപ്പിച്ച് വരികയല്ല, എണീക്കാൻ ശ്രമിച്ചതാണ്. കണ്ടത് ഇഷ്ടം പോലെ മഴ പെയ്തുകൊണ്ടാണ് കുറച്ചുകൂടെ പാടുകൾ മാറിപ്പോയിരുന്നത്. എന്നിട്ട് പിന്നെ അവിടെ നേരിട്ടാ പിന്നെ ഓടിയെന്നേ? പിന്നെ ഓടുന്നേ ഇതൊക്കെ ഒരു ചെറിയ സമയം കൊണ്ട് കഴിഞ്ഞ ഒരു മിനിറ്റ് 1.5 മിനിറ്റ് ഇല്ല, 1 മിനിറ്റിൽ ഇതെല്ലാം കഴിയുന്നു. എന്നിട്ടാണ് ആന നോക്കിയോ. വീണ സമയത്ത് ചേട്ടൻ എവിടെയായിരുന്നു? ആന വീഴുമ്പോ ഞാൻ അവിടെ എത്തുന്നേ ഉള്ളൂ. ഇവിടെ എത്തിയുള്ളൂ. ചേട്ടൻ ഓടിയില്ല? ഇല്ല, അയാൾ ഓടുന്നുണ്ട്. അല്ല എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഇത് വരികയല്ലോ, ഒറ്റ സെക്കൻഡ് കൊണ്ട് കാര്യം കഴിയുമല്ലോ. എന്നിട്ട് ഇതാണ് ഒരു പാട് ആനയുടെ. നോക്കിയേ, അവിടെ നിന്നുള്ളൊരു പാട് പിന്നെ എവിടെയാ വരുന്നത്. ഇത്രയും ദൂരം സ്പീഡിലാണ് ആന ഓടുന്നത്. നല്ല സ്പീഡിലാണ് ഓടുന്നത് എന്നെ പിടിക്കാൻ. അടുത്തൊരു നോക്കിയ ആനയുടെ ഇത്രയും കാൽപ്പാട് അകല വരികയല്ല. എന്നിട്ട് ഇതുണ്ടോ ഇവിടുന്ന് വരുന്ന പിന്നത്തെ കാലം പാഞ്ഞ ആന വരുന്നത് എന്നെ പിടിക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് കേറുന്ന ആന കൃത്യം കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതൊരു ചാല ആനയുടെ അതിലേം കയറി വരുന്ന അതിലെ പോയാ പോരെ. ഞാനോടി എന്റെ വീട്ടിലേക്കല്ല പോണേ. അല്ല ഇതില്ല, അത് ഒരു പ്രാവശ്യം വന്നതേ ഉള്ളൂ. ചാലധികം ഇതിലേ കയറിട്ട് ഇങ്ങനെയാ പോകും, ഇതിലേ കയറും ആന. അപ്പൊ അതേ ചാനലേ തിരിച്ചു വരുള്ളൂ. പിന്നെ ഇതിലെ ഒരു പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അപ്പുറത്തെ ഈ കൊടിയുടെ കരിയാപ്പിന്റെ അപ്പുറം എത്തുന്നു. ആന സ്പീഡിൽ വരുന്നുണ്ടോ, ഇവിടെ നിന്ന് ചവിട്ടി അടുത്ത ചവിട്ടാണ് ആന ഇവിടെ വരുന്നത്. ഇത്രയും ആനയുടെ സ്പീഡാണ് അകലം കാണിക്കുന്നത്. ദേഷ്യത്തിൽ ഇവിടുന്ന് തെന്നി ഇവിടെ വന്ന ബ്രേക്ക് പിടിച്ചാ ഇവിടെ വന്നാൽ നിന്നു. അപ്പൊ ഞാൻ ഇവിടെ എത്തി. ചേട്ടൻ അപ്പൊ ഇങ്ങനെ ഇതിലേ കയറി? കാരണം എനിക്ക് അങ്ങോട്ടൊക്കെ പോയാൽ ആനയ്ക്ക് സൗകര്യമില്ല എന്റെ അടുത്തെത്താൻ. ഇത് കുറുക്കന് എത്തുമ്പോന്ന് പറഞ്ഞാൽ എനിക്ക് ആന എത്തൂല എന്നൊരു ധാരണയാണ് അപ്പൊ എന്റെ മനസ്സിൽ തോന്നിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറുക്കന് കയറി. ആന ആയാലും സ്പീഡിലെത്തിയില്ലേ? ആന ആയാലും സ്പീഡിലെത്തി. ഇവിടുന്ന് ആനയ്ക്ക് എത്തുന്ന സ്പീഡിന്റെ അതിന് മുന്നിട്ട് അത് ആനയോടെ തെന്നി വീണില്ലെങ്കിലോ. ഞാൻ അതിന് മുൻപ് ആന ഇതിലേ വരും. ഇങ്ങോട്ട് ഞാൻ ഇവിടെ കയറുന്നതുകൊണ്ടാണ് ആന ഇങ്ങോട്ട് വരുന്നത്. ഇല്ലെങ്കിൽ ആന അവിടെ ഇട്ട് എന്നെ പിടിക്കും. ആനയും ഞാനെന്ന് പറഞ്ഞാൽ ആനയ്ക്ക് 2 ചാട്ടത്തിന് ആന സ്ഥലത്തെത്തൂല. നമുക്ക് അത്ര സ്പീഡിൽ എന്താ ഓടാൻ കഴിയില്ല. ആ സമയം ഇതിനു മുന്നും കണ്ടൊരു ശീലം ഇല്ലെങ്കിൽ ഓടുവോ ഇല്ല, ആള് ചിലപ്പോ തളർന്നു പോകും, പെട്ടെന്ന് ഓടാൻ കഴിയാതെ പെട്ടെന്ന് നമ്മളൊന്നും പേടിച്ചു പോകും. കണ്ടിട്ട് ശീലമുള്ളവരും ആന കണ്ടിട്ടുള്ളതാണ് അങ്ങനെ പെട്ടെന്ന് പേടിച്ചൊന്നും വരില്ല. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്തായാലും എനിക്ക് മാനസികമായിട്ട് അന്നൊരു പേടി കുടുങ്ങിയില്ല. പിന്നെയാണ് ഞാൻ എന്നെ ഇവിടെ നിൽക്കലും ആനയോടെ വരുന്നതും ഞാൻ ഈ ഭീകരതയെല്ലാം കാണുന്നത്. ചേട്ടൻ ഇവിടെ എത്തി? ഇവിടെ എത്തി. ആന ഇവിടെ നിന്നു. അപ്പൊ ഞാൻ അവിടെ എത്തി. ഞാൻ അവിടെ നിന്ന് ഓടുന്നു. ആന ഇവിടുന്ന് ഈ ഇതേന്ന് ഓടുന്നു. ആന എനിക്കല്ല ദൂരെ കൂടുതൽ, ഏറ്റവും അതേ സ്പീഡിൽ വരുന്നു. അപ്പൊ ചേട്ടൻ ഇവിടെ എത്തി കഴിഞ്ഞപ്പോ ഈ ആന ഇവിടെ നിൽക്കുന്നു. അപ്പൊ ചേട്ടൻ എന്താ ചെയ്തേ? ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ ഇതിനകത്ത് ഈ തൊഴുത്തിനകത്തേക്ക് കയറി. നേരെ തൊഴുത്തി കയറി. അതിന് സുരക്ഷിതമാണോ എന്ന് വെച്ചാൽ 5% ഉള്ളൂ. അതിനുള്ള 90% തട്ടുകൂടെല്ലാം പോയല്ലേ. അപ്പൊ എനിക്ക് വേറെ സംശയം തോന്നി. ആന ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇതിലെ ഇറങ്ങും. ഇതൊക്കെ ആന പോണ വഴിക്ക് അങ്ങ് പൊയ്ക്കോളും. ആന പോണ വഴിക്ക്. അതുകൊണ്ടാണ് ഞാൻ തൊഴുത്തി കയറുന്നത്. അല്ലെങ്കിൽ ഞാൻ ഓടി അവിടെ എത്തലും ആന ഇതിലെ എത്തലും ഒരേ ടൈമിൽ നടക്കും. വീട്ടിലെ മറ്റ് സംഭവങ്ങൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അതൊന്നും തോന്നിയില്ല എനിക്ക്. അങ്ങനെയാണ്. ഞാൻ അങ്ങോട്ട് കയറി. ഇവിടെ വരുമ്പോ നോക്കുമ്പോ ആന ഇതാ നിൽക്കുന്നു. ചിഹ്നം വിളിച്ചാ? ചെറിയൊരു ഒച്ച വെച്ചെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്നേരം അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. മാനസികമായ ഇതിൽ ഞാൻ കേൾക്കുന്നില്ല. പിന്നെ ഞാൻ വന്നിട്ട് ചായ കുടി കഴിഞ്ഞ് വന്നിട്ടാണ് ഇതെല്ലാം കാണുമ്പോഴാണ് ഇതിന്റെ ഭീകരത മനസ്സിലാവുക. ഊട്ടൊക്കെ ഒരു മടി രാവിലെ തന്നെ ഒരു മടി. പക്ഷെ ഈ പാടങ്ങനെ പോയല്ലോ.
ചേട്ടൻ സ്ഥിരം രാവിലെ എത്ര മണിയാകുമ്പോഴാ പാലും കൊണ്ട് പോകുന്നത്? ഒരു 6 മണി കഴിയുമ്പോൾ അല്ലേ? അന്നും 6 മണി 6 മണിയായിട്ട് കഴിഞ്ഞ് പോയി അല്ലേ? അപ്പൊ പാലൊക്കെ ഇതിന് മുന്നേ ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതിന് മുന്നേ എനിക്കില്ല, ഈ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ഓ, വീണ് കിടന്നതിന്റെ അടിയിൽ ആള് കിടക്കുന്നു. ആന വീണേന്റെയോ? അല്ല, ആന നിൽക്കുന്നതിന്റെ അടിയിൽ. ആ, എങ്ങനെയോ ഇതിപ്പോ അതൊരു കൊള്ളുംചാല് കൂട്ടിക്കോ. ആന ഇതിലെ കയറുന്നു, ആനയെ കണ്ടാവും കൊള്ളൻ ചാടി കയറുന്നു, ആള് കഴിഞ്ഞ് താഴെ വീഴുന്നു, ആ ചാരി കിടക്കുന്നു, ആന കവച്ചു കിടന്നു. ഓ, ചവിട്ടിയില്ല. ഓഹോ. പിന്നെ പാലളക്കുന്ന ആളെ ഡ്രൈവർ വണ്ടിക്കകത്ത്. ഓഹോ, അതെന്നാ? അതൊരു 4-5 വർഷമായി. അത്രയല്ലേ? ആള് ഓടിക്ക വലിയ ഇത്രയും പൊക്കമുണ്ട്, ഹൈറ്റ് ഉണ്ട്. അത് പോണ വഴിക്ക് തന്നെ. ഇത് എല്ലാ ദിവസവും ആന ഇതിനെ വരുന്നുണ്ടോ? എല്ലാ ദിവസവും വരും. ഇപ്പം 2 ദിവസമായിട്ട് വരുന്നില്ല. വർഷക്കാർ വന്ന് എന്തൊക്കെയോ അവിടെ ഫെൻസിങ് ഇടുവോ പിടിക്കുകയോ ചെയ്തു. ഒച്ചപ്പാടായില്ലേ? പിന്നെ എല്ലാ ചാനലുകാരും വന്നില്ലേ, എല്ലാവരും വന്നു. അങ്ങനെ അവരെന്താ ചെയ്തിട്ടുണ്ട്, പിന്നലെ വന്നിട്ടില്ല. അതിലാണ് ആന വരുന്നത്. അവരുടെ ചേട്ടന്റെ വീടിന്റെ മുറ്റത്തോടു കൂടിയാണ് വരുന്നത്. ഇത് എല്ലാ ദിവസവും ഇല്ലേ പോകുന്ന? എല്ലാ ദിവസവും വരും. ഒരു 7:30-8 മണിയാകുമ്പോഴത്തേക്കും പോവും. വല വരും. ഇപ്പൊ ഫെൻസിങ് കറക്റ്റാക്കിയതുകൊണ്ട് ഇപ്പൊ വരുന്നില്ല. അതായത് 8 ദിവസം കഴിയുമ്പോഴത്തേക്കും അതിനെ പോകില്ലേ. വൈകിട്ട് ഒരു 7 മണി 8 മണിയാകുമ്പോൾ ആന വരും. ഇതിലെ ഇറങ്ങി പോയിന്നെ? അല്ല, രാവിലെ ഒരു 5 മണി കഴിയുമ്പോൾ സാറിന് കയറിപ്പോവും. അല്ല, വൈകുന്നേരം 7-8 മണിയാകുമ്പോൾ കയറിപ്പോവും. കയറി രാവിലെ 5 മണി ഒരു 6 മണി ഇടയ്ക്ക് വരും. അവിടെ ഇറങ്ങി വരുന്ന വഴിയായിരുന്നു. വരുന്ന വഴിയാ. അതിന്റെ ആന ഇവിടെ നിൽക്കുന്നത്. ഇതാണുള്ള ചാല്. എന്നിട്ട് ആന ഇതിലേ പോയി അതാ ആ ചീമക്കൊന്നേരം എടുത്ത് ആ പാട് കാണുന്ന ആനയുടെ ചോട്ടാ അതിലിറങ്ങി പോയി. ഇവിടെ 5-6 സ്ഥലമുണ്ട് ആനയുടെ കാണിക്കാനായിട്ട്. ഇതും അവിടെ ഇവിടെ കയറുമ്പോഴാണ് ഇതാ വരുന്ന വഴി. ഇത് കാൽപ്പാടല്ലേ? കാൽപ്പാട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആന എങ്ങോട്ടാ പോയെ? അവിടെ നിന്നാണ് ഇതിലേ ഇറങ്ങി ആ തോട്ടത്തിട്ട് കയറി അതിൽ തന്നെ ഇറങ്ങിപ്പോയി, കാട്ടിലേക്ക് കയറി അതിൽ തന്നെ പോയല്ലേ? ഇവിടുന്ന് കാട് എത്ര ദൂരമുണ്ട്? ഒരു 1/2 കിലോമീറ്റർ. 1/2 കിലോമീറ്റർ അല്ലേ? ചേട്ടൻ എത്ര വർഷമായിട്ട് ഇവിടെ താമസക്കാരനാണ്? ഞാനിവിടെ ഒരു ജനിച്ച കാലം മുതൽ താമസക്കാരനാണല്ലേ. ഈ റബ്ബർ തോട്ടം ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ റബ്ബറുകൾ എല്ലാം ആദ്യം റബ്ബർ, ആദ്യം കുരുമുളകായിരുന്നു. എല്ലാം പോയി കഴിഞ്ഞപ്പോൾ എല്ലാം തോട്ടാക്കി. എല്ലാവരും കാപ്പിയും കുരുമുളകും. വാഴ ആരും നടന്നില്ലല്ലേ? വാഴ നടന്നില്ല. വീടിനോട് ചുറ്റുമൊക്കെ ഉള്ള സ്ഥലത്താണ്. തെക്കാപൂർവായിട്ടൊക്കെ വെച്ചു കിട്ടിയാൽ കിട്ടി എന്നുള്ള ധാരണ വെക്കുന്നു. പിന്നെ തെങ്ങും വെക്കില്ല ആണല്ലേ. കപ്പ, വാഴ, തെങ്ങ് എന്ത് കണ്ടാലും ഇത് തിന്നാൻ വരുന്ന ചക്ക തിന്നാൻ വരുന്നതാണ്. നമ്മളൊക്കെ എന്താ വെച്ചാൽ ഈ ഭാഗത്ത് അങ്ങനെ ചക്ക ആർക്കും എല്ലാവരും പറിച്ചു കളഞ്ഞു. അതല്ലേ വിട്ടു പോണത്. അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാണ്ട് വിട്ടു പോകും. ഈ വലിയ തോട്ടങ്ങളിൽ ചക്ക പറിച്ചു കളയാം. പണ്ടത്തെ ഒരു വർഷത്തെ മുന്നത്തെ ഓർമ്മയിൽ വരുന്നതായിരിക്കും. അല്ല, ആന 50 വർഷം കഴിഞ്ഞാലും വന്ന റൂട്ട് മറക്കും. ഒരു പ്രാവശ്യം ഇതിലെ കയറിയിട്ട് കിട്ടും. ഇനി ആന ഒരു 25-30 വർഷം കഴിഞ്ഞ് വന്നാൽ മതി, അവർക്ക് മറക്കൂല. പിന്നെ കയറിപ്പോയാൽ ഒരു 100% ആ റൂട്ടിൽ തന്നെ വരുള്ളൂ. യാദർശം മാറി വേറെ വഴിക്ക് അതിലെ കയറുന്ന കുട്ടിക്കും ആ വഴിക്കാൻ പറ്റും. ഇതൊരു സ്ഥിരം കയറുന്ന വഴിയാണ്. ഇതാ അതിന്റെ കാൽപ്പാട്. കാൽപ്പാട് കാണാൻ നമുക്ക്. ഇതൊന്ന് അതൊന്ന് ഇതിലേ കയറി ഇതിലേയും കയറുന്ന ഇത് കാലത്. ഇത് കണ്ടറിയാലോ തന്നെ അറിയോ. എനിക്ക് ഇത്ര ഹൈറ്റ് ഉള്ളോട് കാല് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി പോകണല്ലോ. ഇതാണ് കാല്. അത് അതിലേ കയറും. ഇത് വാർഡ് അതാ അവിടെ 8-9 വാർഡുണ്ട്. ഇങ്ങനെ താഴെ ഇങ്ങനെയാണ് കയറി വരുന്നത്. വേനക്കാണെങ്കിൽ ഒരു 7:30 ആകുമ്പോഴത്തേക്കും വരും. കാരണം വെള്ളം കുടിക്കാൻ താഴ്ച വലിയൊരു കൊമ്പൻ, സൂപ്പർ ഒരു കൊമ്പൻ. ഒന്ന് കണ്ടാ ഞെട്ടും. ആയിട്ടാ മുതലാ സ്ഥിരം വരുന്നതന്നെ. ഉള്ളൂ മറ്റേ പുഞ്ചയിൽ ഇറങ്ങുന്ന കൂട്ടമല്ല, ഇത് ഒറ്റയാ. ഇവിടെ ഇറങ്ങിയപ്പോ ചെറിയൊരു മൂളി വിടുന്നത്. പക്ഷെ ഞാൻ അത്രയും അത് ഇങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. കാരണം നമ്മുടെ ആ സാഹചര്യത്തെ ആ ശ്രദ്ധ ഇത് പോയതാണ് തിരിച്ച് ഇങ്ങനെ ഇറങ്ങി. ഇങ്ങനെ അതിലെ പറഞ്ഞ ഇതിലേ ഇറങ്ങി. ഇത് പിന്നെ അവിടെ നിന്നിട്ട് ആ റബ്ബറിന്റെ ചോട്ടിക്കട ഇങ്ങനെ വന്നിട്ട് ഇതിലേ ഇറങ്ങി ഇതാ ഈ റബ്ബറിന്റെ ചോട്ടിക്കട കയറി അങ്ങ് പോയി. അതിനൊന്നൊരു പ്രശ്നമല്ലല്ലേ? അതിലെ ഞാൻ പറഞ്ഞ ആന അങ്ങനെ വന്നപ്പോ എന്റെ ധാരണ അതിലെ പോകുന്നുള്ളതാണ്. അതാണ് ഞാൻ ഇതിലെ കയറി തൊഴുത്തിലേക്ക് കയറുന്നത്. അല്ലെങ്കിൽ അപ്പുറം ഞാൻ ആന ഒന്നിച്ചെത്തും. ഈ ആനയോടെ തെന്നി വീഴുന്നില്ലെങ്കിൽ എന്റെ മുന്നിലെത്തും ആനയോടെ. 2 കടന്ന് ആന ഇതിലൂടെ എത്തിയത്. ഏകദേശം അവിടെ എത്തിയായിരുന്നല്ലേ? തെങ്ങിന്റെ മേലെ അവിടെ എത്തിയായിരുന്നു. ഇവിടെ എത്തിയ സമയം കൊണ്ട് ആന വീഴ്ച കഴിഞ്ഞ് ഇവിടെ എത്തി. അപ്പൊ ഏകദേശം ദൂരം 2 കണക്കാണല്ലോ. ഫോറസ്റ്റുകാർ വന്നിട്ട് തന്നെ പറഞ്ഞു. അവർ വന്നിട്ട് ഒരു പരിസരം ശരിയാക്കിയിട്ടുണ്ട്. അവിടെ ക്യാഷ് കാർഡ് ഉണ്ട്. അത് സർക്കാരിൽ നിന്ന് എല്ലാ അലോട്ട്മെന്റും കിട്ടിയിട്ടുണ്ട്. കരാറുകാരന്റെ കുഴപ്പമാണ്. അതാണ് ഇത് ഇടാത്തത്. അല്ലെങ്കിൽ ഇത് ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ റേഞ്ചറോ ഫോറസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം എത്തിയിട്ടുണ്ട്. ഇടുമായിരിക്കും എന്ന് പറഞ്ഞു. അല്ലാണ്ട് മറ്റേ കരാർ മറ്റേ സർക്കാരിന്റെ ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ടും ഈ വഴിക്ക് അങ്ങോട്ടും വീടുകളുള്ളതല്ലേ? അവിടെ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ അപ്പുറം കയറും. പുഴ കഴിഞ്ഞ് അക്കരെ കയറണം. ആദിവാസി വീടുകളാണ്. അവരുടെ ഇടയ വഴിയായി ആന ഇറങ്ങി. അവരൊന്നും ചെയ്യാല. അവർക്കിട്ട് ഒന്നും ചെയ്യില്ല. അവരെ മുറ്റത്തോടെ ഇറങ്ങി അവരും ഒന്നും മിണ്ടൂല. അവരുടെ പട്ടി വരെ കുറയ്ക്കല. അതെന്തോ ഒരു ബന്ധമാണ്. നമ്മൾ
അവരെ ഒന്നും ചെയ്യുമല്ല, ഇടവഴിങ്ങ് പോകുന്നു. ഒരു കാടിന്റെ മക്കളാണ്. ആ കാടിന്റെ മക്കൾ. അതേ പറഞ്ഞ് അവര് തിരിച്ചു പോകുമ്പോഴും അവര് രാവിലെ കാണുമെന്ന് പറഞ്ഞു. ഒരു 5 മണി കഴിയുമ്പോൾ കാണാമെന്ന് കയറി പോണേ. ഇത് ഈ വഴിക്കൊക്കെ പിള്ളേർ പോകുന്ന വഴിയല്ലേ? അതെ, പിള്ളേര് വരുന്നു പോകുന്നല്ലോ. ഇപ്പൊ എന്റെ ഒച്ചപ്പാടെ ആ ഓട്ടോയ്ക്ക് വന്നു, ഒരു ഓട്ടോ കണ്ടില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ വന്നിട്ട് ഓട്ടോ ഏൽപ്പിച്ചിരിക്കുന്ന ഇവിടെ കൊണ്ടുവന്നു കൊടുക്കും. അല്ല, അപ്പൊ ആ ഈ വരുന്ന വഴിക്കും ആ ഭാഗത്തൊക്കെ വീട്, അതിലൊക്കെ വീടുകൾ, എല്ലാം വീടുകളുണ്ട്. രാത്രി ആരും പുറത്തിറങ്ങിയല്ലോ. വണ്ടി കാറോ അല്ലെങ്കിൽ വേറെ വലിയ വണ്ടി ഇല്ലല്ലോ. കാറുള്ള 8-9 മണി നിൽക്കുകയാണ് എല്ലാവരും ഇട്ടു. ഞങ്ങൾക്ക് പിന്നെ ഒരു 7-7:30 ഉള്ളിൽ എവിടെ പോയാലും തിരിച്ചു വരും അല്ലേ? ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ പെട്ടു അല്ലേ? ഹോസ്പിറ്റലിൽ വന്നാൽ ധൈര്യത്തിൽ അങ്ങ് പോവും. എത്തിയാ തട്ടെ എന്ന് പറഞ്ഞു പോകും. ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ ഈ വാത്തർമാരുണ്ട്, അവർക്ക് രാത്രി പോയി നോക്കിക്കോടുന്ന നല്ല ഉത്തരവാദിത്തമുണ്ട്. ആന അധികം പറഞ്ഞിട്ടും കാര്യമില്ല, അവരുടെ കയ്യിലും ആയുധമില്ലല്ലോ, പടക്കവും കത്തിയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഇതെന്ന് വെച്ചാൽ ആന പുറത്തിറങ്ങാതിരിക്കാൻ നല്ലോണം വേലി കെട്ടിക്കും. പന്നി എന്ന് പറഞ്ഞാൽ കാട്ടിലില്ല, എല്ലാം ഇവിടെ പന്നി നാട്ടിലാണ് ഉള്ളത്. എപ്പോഴും രാത്രി വണ്ടി കൊണ്ട് വരുമ്പോൾ കാണാം അവിടെ ഇവിടെ കൂട്ടമായിട്ട് ആടി പോണാണ്. കുഞ്ഞുങ്ങളാണ് ഒരു 10,000 എണ്ണം ഉണ്ടാവും, ചിലയിൽ 10-30 കുഞ്ഞുങ്ങളാണ്. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടി. അയ്യോ, അത്ര തന്നെ. വന്നു കണ്ടൂർ മുഴുവൻ പറഞ്ഞ് എങ്ങനെ ഓടി രക്ഷപ്പെട്ടെന്നാ ചോദിക്കും. കാരണം ആന എന്നെ അവിടെ നിന്ന് കാണുന്ന ആന എന്തിനാ അങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒറ്റ ചോദ്യം മതി. ആന ഇങ്ങോട്ടല്ല ചാലിത്. ആനക്ക് അത് കറക്റ്റ് ഗണിച്ചെടുത്താന്ന് ഗണിച്ചെടുക്കുന്ന പോലെ അല്ലേ? അങ്ങോട്ട് ഞാൻ തലപ്പൊരിക്ക് ആന ഓടുന്നു. ഞാനിങ്ങനെ ഓടിയിട്ട് ഇവിടെ കയറുമ്പോൾ ആന കാണുന്നുണ്ടല്ലോ ഇവിടെ. അപ്പൊ ആനയും തലക്കൊരയ്ക്ക് വരുന്നു. അപ്പൊ ഞാൻ കറക്റ്റ് ആനയെ ഞാൻ കൂട്ടിമുട്ടോട് വെച്ചിട്ട് ആനയെ വീണതാണ്. വീണില്ലെങ്കിൽ ഇവിടെ എത്തും, ആന ഇവിടെ എത്തും, ഇവിടെ എത്തും, ഈ ഭാഗത്തെത്തും അല്ലേ? എന്നിട്ട് ഇതിലെ ഇറങ്ങിപ്പോയില്ലേ? ഇതിലേ ഇറങ്ങിപ്പോയത്. അവിടെ ഇവിടെ ഇറങ്ങിയിട്ടാ ഫോട്ടോ. അതെ, ചവിട്ടിപ്പോയ പാടാണ്. ഹൈറ്റ് ഒക്കെ സിമ്പിൾ ആയിട്ട് ഇറങ്ങിപ്പോയില്ലേ? അത്ര ഹൈറ്റോ? ആനയ്ക്ക് 10 അടി ഉണ്ട് എന്ത് വേണം, അല്ലെ 15 അടി ഹൈറ്റ് ഉണ്ട്. ആനയ്ക്ക് ഒന്നുമില്ല, ആന കാലം വെച്ചങ്ങനെ ഇറങ്ങും. അതെ, നിങ്ങളിപ്പോ കാണുന്നുണ്ടല്ലോ, ആന ഈ ഒരു പ്രദേശത്ത് നിൽക്കുമായിരുന്നു. ഈ ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ തോട്ടമാണ്. ഈ ഒരു ഭാഗത്താണ് ആ ചേട്ടൻ നിന്നിരുന്നത്. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ പറയുന്നത് കേട്ടു. അപ്പോൾ ആന എന്നും എന്നും രാത്രി ഇതിലെ കയറിപ്പോയി. കാരണം ആനച്ചാലാണ് നമുക്കിവിടെ കാണാം. ഈ ആനച്ചാലാണ്, ഇതിലെ കയറിപ്പോയി. ഇതാ അവിടെയൊക്കെ ഉണ്ട്, നമുക്ക് വഴി കാണാം. ഈ വഴി ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു പരിപാടിയാണ് എല്ലാ ദിവസവും ആന ഇതിലെ പോകുന്നത്. അപ്പം അങ്ങനെ ആന ഈ ഒരു ഭാഗത്ത് നിൽക്കുമായിരുന്നു. ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്താണ് ഈ ചേട്ടൻ ഈ കാണുന്ന റോട്ടിൽ കൂടെ നടന്നു പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ആ റോഡ് നമുക്ക് വ്യക്തമായിട്ട് കാണത്തു പോലുമില്ല. പക്ഷേ ആന ഏതായാലും ആ ചേട്ടനെ കണ്ടു. ആന ഇവിടെ നിന്ന്, അതായത് ഈ ഒരു ഭാഗത്ത് ഇതാ ഇവിടെയൊക്കെ നമുക്ക് കാൽപ്പാട് കാണാം കേട്ടോ. ഇവിടെയൊക്കെ ചവിട്ടി കുഴിഞ്ഞ് കിടക്കുന്ന പാടുകൾ കാണാം. ഇവിടെ നിന്ന് ആന തിരിഞ്ഞ് 100-110 ആ ചേട്ടൻ്റെ നേരെ പാഞ്ഞ് പോവുകയാണ്. ഈ കാണുന്ന ആനച്ചാലാണ് ഇതാ ഈ കാണുന്നതൊക്കെ. പക്ഷെ ആന ആ ചേട്ടൻ ആ വഴിക്ക് ഇതാ ഈ റോഡിന് ഇങ്ങനെ നടന്ന് ആ ചേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് ഓടി. ഈ റോഡ് വഴി ചേട്ടൻ വീട്ടിലേക്ക് ഓടുന്നു. ആന ആ ചേട്ടനെ കണ്ട പാടെ ആനതേ അവിടുന്ന് നേരെ ആ ചേട്ടൻ്റെ നേരെ പാഞ്ഞ് ചെല്ലുന്നു. 100-110 ആന പോകുന്നത്. ആന പോയതേ സാധാരണഗതിയിൽ ആന കയറി വരുന്ന വഴി ഇതാണ്, അല്ലെങ്കിൽ ആ ഒരു വഴിയാണ്. ഇങ്ങനെ 2 വഴി കൂടെയാണ് ആന. അതാ ചാല് നമുക്ക് കണ്ട 2ആയി തിരിയുന്നതാണ്. ഇതാണ് കയറി വരുന്നത്. പക്ഷേ ആ ചേട്ടനെ ആക്രമിക്കണം അല്ലെങ്കിൽ ആ ചേട്ടനെ ഉപദ്രവിക്കണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി ആന പാഞ്ഞു വരികയാണ്. അവിടുന്ന് ഇങ്ങനെ വന്ന് ആന നേരെ വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കക്ഷിക്ക് പണി പാളിയത്. കാരണം സ്ഥിരം വരുന്നൊരു വഴിയല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു മണ്ണ് ഒരു ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളിക്ക് കൃത്യം പരിചയമില്ലാത്തൊരു വഴി ആയതുകൊണ്ടായിരിക്കാം. ഏതായാലും ഇവിടുന്ന് ആന തെന്നിപ്പോയി. തെന്നിയൊരു പാടാണ് നിങ്ങളിപ്പോൾ കാണുക. ഇവിടെ ഒരു ചവിട്ടി ചവിട്ടിയിട്ട് ഇതാ ഇവിടെ തെന്നിപ്പോയി. ഏകദേശം ഇതാ തെന്നി വളഞ്ഞ് കുത്തി 2 കാലും 2 കൈയും 2 സ്ഥലത്തായിപ്പോയി. ഒരു കാല് ഇവിടെയും ഒരു കാല് അവിടെയായിട്ട് ആന തെന്നി കവച്ച് വീണു. അതായത് കൈ ഇങ്ങനെ കവച്ച് വീണ് ഇതാ ആനയുടെ മൂക്ക്, ആനയുടെ മുൻഭാഗം, തുമ്പിക്കൈയും കൊമ്പും ഒക്കെയുള്ള ഭാഗം ഈ ഒരു ഭാഗത്ത് വന്ന് കുത്തി വീഴുക ചെയ്തത്. ഇതെവിടെ നമുക്ക് താഴെ നിന്ന് ഒന്നും കൂടെ കാണാം. ഇതാ ഈ ഒരു ഭാഗത്തുനിന്ന് ഇവിടെ കുത്തി അങ്ങ് വീഴാണ്. നമുക്ക് ഏകദേശം ഊഹിക്കാം ആന 2 കൈ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തി കിടക്കുന്നത്. അതുപോലെ തന്നെ തുമ്പിക്കൈയും കൊമ്പും ഒക്കെ ഉള്ള ഭാഗം ഈ ഒരു ഭാഗത്ത് ഇവിടെയാണ് വന്ന് കുത്തി നിൽക്കുന്നത്. ഇവിടെ ഇതല്ലോ. അതിനുശേഷം ആന അവിടെ നിന്ന് ചവിട്ടി എണീറ്റ് നിരങ്ങിപ്പോയ പാടാണ് ഈ കാണുന്നത്. നിരങ്ങി എഴുന്നേറ്റ് ഇതാ ഇവിടെ ഒന്ന് നിന്ന് വെച്ചിട്ട്, ഇതെല്ലാം ഒരു മിനിറ്റിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യം കേട്ടോ. ആന പെട്ടെന്ന് വീണു. അതേ സ്പീഡിൽ തന്നെ ആന എഴുന്നേറ്റിട്ട് എന്നിട്ടും ആനയുടെ കലി തീരുന്നില്ല. ആനതേ തിരിച്ച് വീണ്ടും അതേ സ്പീഡിൽ തന്നെ ഈ വഴിക്ക് ആ ചേട്ടൻ്റെ വീടാണ് ആ കാണുന്നത്. ഇതേ സ്പീഡിൽ തന്നെ ഇതിലെ ഓടുന്നു. അതേസമയം ആ ചേട്ടൻ ഈ വഴി ഇങ്ങനെ പോകുന്നു. ഇതൊക്കെ ഒരു സെക്കൻഡ് നടക്കുന്ന കേട്ടോ.
അപ്പോൾ ഇതേ സമയം ചേട്ടൻ ഈ വഴി ഇങ്ങനെ പോകുന്നു. ഇതാ ഇവിടെയൊക്കെ ചവിട്ടിയ പാട് നമുക്ക് കാണാം. ഇങ്ങനെ വന്ന് ഇതാ ഇവിടം വരെ വന്നു, ഇവിടം വരെ എത്തി. അതായത് ആന കടന്നു പോകുന്ന വഴി അപ്പുറത്തെ ആണെങ്കിലും ആന ദേ ഇവിടെ വന്നു. ആ സമയത്ത് ദേ ചേട്ടനുള്ളത് ദേ ഈ ഭാഗത്താണ്. ഇവിടെ നമ്മളിപ്പോൾ ഈ കാണുന്ന തൊഴുത്തിൻ്റെ സൈഡിലെത്തിയുള്ളൂ ചേട്ടൻ. അത്ര അടുത്ത് ചേട്ടൻ്റെ അടുത്തെത്തി. ചേട്ടൻ ഏതായാലും ചാടി തൊഴുത്തിലോട്ട് കയറി എന്നാണ് ഇപ്പം നമ്മൾ പറയുന്നത് കേട്ടല്ലോ. അതല്ലോ ഇവിടെയൊക്കെ ഇവിടെ എത്തിയപ്പോഴും ആന ഇതേപോലെ തന്നെ ചവിട്ടി തെന്നിയ പാടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇതുപോലത്തെ ഒരു സ്ഥലത്തു നിന്ന് ആന എത്ര ഭീകരമായിട്ടാണ് ആ ചേട്ടൻ്റെ നേരെ വന്നത്. ആ ചേട്ടൻ ആ സമയത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ തോന്നിയുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു. അപ്പോൾ എത്രത്തോളം ഭീകരമല്ല ആനയുടെ കാൽപ്പാടൊക്കെ നമുക്ക് ഇവിടെ കാണാം. ചേട്ടനപ്പം അങ്ങനെ ഈ കാണുന്ന തൊഴുത്തിൻ്റെ ഉള്ളിലോട്ടാണ് കയറിയത്. അതിന് ശേഷം ആന ആ ഒരു ഭാഗത്തുനിന്ന് നേരെ നടന്ന് ഇതിലെ ഇങ്ങനെ വന്നതാ, ഇതിലെ ഇങ്ങനെ ഇറങ്ങി സാധാരണ പോകാറുള്ള വഴി അപ്പുറത്തോടെ ആണെങ്കിൽ പോലും ആന അതെ പുതിയൊരു വഴി കൂടെ ഇതിലെങ്ങനെയാണ് ഇറങ്ങിപ്പോയത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതാണ് ആന ചാല്. സാധാരണ ആന കയറി പോകുന്ന വഴി ഇതാണ്. ഇതും അപ്പുറത്തൊരു വഴിയും കൂടെ ഉണ്ട്. ഇതിലെങ്ങനെയാണ് ഇറങ്ങിപ്പോകുന്നത്. ആന ഏതായാലും അന്നത്തെ ദിവസം ഇതിലെയാണ് ഇറങ്ങിപ്പോയത്. എന്നിട്ട് ആന ആ മുകളിൽ നിന്ന് ഇറങ്ങിയ ആന നേരത്തെ ഇതിലെയാണ് ഇറങ്ങിപ്പോയത്. കണ്ടോ മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതുപോലെയാണ് ആന ഇറങ്ങി പോയിരിക്കുന്നത്. എന്നിട്ട് ഇതേ ഇവിടെ ചവിട്ടി അതേ സ്പീഡിൽ തന്നെ ആന ഇതിലേ കയറി ഇങ്ങനെ ഈ റബ്ബർ തോട്ടം വഴി അങ്ങനെ വയലൊക്കെ കടന്ന് കാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു വഴിയും കൂടെ ഉണ്ട്. ഈ രണ്ട് ചാലിൽ കൂടെയാണ് ആന സാധാരണഗതി കയറി പോകുന്നത്. ഇവിടെ കണ്ടോ സ്ഥിരമായിട്ട് ആന കയറി പോകുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാം ഒരു കിണർ പോലെയായി. ഇപ്പോൾ ഇങ്ങനെയാണ് ആന പോകുന്നത്. ആനത്താരയാണിത്. ആന ഈ പറമ്പിൽ നിന്നാണ് ഇതിലെ ഇങ്ങനെയാണ് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ചേട്ടൻ്റെ വീടിൻ്റെ ആ ഭാഗത്തുള്ള റോഡ്. ആ ചേട്ടൻ്റെ വീട് ആന നിന്നിരുന്ന സ്ഥലം ഇതാ ഈ കാണുന്നതാണ്. ഇത്രയും ദൂരമുണ്ട് ഇവിടുന്ന്. എങ്ങനെ പോയാലും ആന നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ഒരു കൈപ്പത്തിയുടെ വലുപ്പത്തിലൊക്കെ ആനേനെ കാണാൻ സാധ്യതയുള്ളൂ. ആ വലുപ്പത്തിൽ നിൽക്കുന്ന ആനയാണ് ആ സ്പീഡിൽ പാഞ്ഞു വന്നത്. അപ്പോൾ ഇവിടം വരെ എത്തി. അത് ആ ചേട്ടൻ ഏകദേശം ഇവിടം വരെ എത്തി. ഇവിടം വരെ എത്തി കഴിഞ്ഞപ്പോഴാണ് അപ്പുറം നിന്ന് പാലളക്കാൻ നിന്ന് അദ്ദേഹത്തിൻ്റെ അനിയൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നു ആനയുണ്ടേന്ന്. അപ്പോൾ പുള്ളി ഒരു പക്ഷേ പറമ്പിലേക്ക് ശ്രദ്ധിച്ച് കാണിയല്ല. പുള്ളി ഇവിടുന്ന് ഓടി. പുള്ളി ഈ വഴിക്ക് ഓടുകയാണ് ചെയ്യുന്നത്. പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വീട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആന ആ സമയത്ത് ഈ വഴിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. അവിടെ മുകളിൽ നിന്ന് വരുന്നു. അദ്ദേഹം നല്ല സ്പീഡിലായിരിക്കും ഓടിയിട്ടുണ്ടാവും. എങ്ങനെയും വീട് പിടിക്കണമല്ലോ. പുള്ളി ഓടി അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കയറുന്ന വഴി നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മുൻപോട്ട് കുറച്ചുകൂടെ പോകണം. പക്ഷേ ആ സമയത്ത് പുള്ളിക്ക് അതൊന്നും തോന്നിയില്ല. പുള്ളി ഏതായാലും എന്ത് ചെയ്തു, അവിടുന്ന് പാഞ്ഞ് വന്നേച്ചിട്ട് പുള്ളി ഈ വഴി ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് കയറി. ഇതിലെ പാഞ്ഞ് കയറി ഇവിടെ എത്തി. ഇവിടെയാണ് തൊഴുത്ത്. നമുക്ക് കാണാൻ ചേട്ടൻ ഇപ്പോൾ പാല് കറക്കുന്ന കാണാൻ നമുക്കിവിടെ. ഏതായാലും ഇവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആന ആ സമയം കൊണ്ട് വീഴ്ചയും കഴിഞ്ഞ് ആന തിരിച്ച് ഇവിടെ എത്തി. ആന നിന്ന സ്ഥലം, ബ്രേക്ക് ഇട്ട് നിർത്തിയ സ്ഥലം ഒക്കെ നമുക്കിപ്പോൾ കാണാം. എന്നിട്ട് ആന തിരിച്ച് ആ വഴി അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു വഴിക്ക് ചേട്ടൻ പാഞ്ഞ് കയറി പോകാനായിട്ടാണ് ശ്രമിച്ചത്. ഇതാണ് ചേട്ടൻ്റെ വീട്. ഏതായാലും ഈ സ്ഥലമൊക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ വഴിയും അതുപോലെ തന്നെ ആന നിന്ന സ്ഥലമൊക്കെ നമ്മൾ കണ്ടു. എനിക്ക് ഈ മൊത്തം ഈ ഒരു സംഭവം നടന്ന ഈ സീൻ നടന്ന ഈ ഒരു സ്ഥലം കണ്ടിട്ട്, ഒരു സ്പോട്ട് കണ്ടിട്ട് സത്യം പറഞ്ഞത് ആന ഇറങ്ങി വന്ന വഴിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് പുള്ളിക്ക് ഭയങ്കര ലക്കുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥ അറിയാം. വയനാട്ടിൽ ഇപ്പം എത്ര പേര് ആനയുടെ ചവിട്ട് കൊണ്ട് മരിച്ചു, ജീവൻ പോയി എന്നൊക്കെ നമുക്കറിയാം. ഒത്തിരി ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഒരാഴ്ച മുന്നേ കണ്ട നമ്മുടെ കല്ലുമുക്ക് മാറോട് കോളനിയിലെ രാജു എന്ന് പറയുന്ന ചേട്ടൻ, അതുപോലെ തന്നെ 5 വർഷം മുന്നേ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകനെ ആന ഇതുപോലെ ചവിട്ടി ഗുരുതര പരിക്കേൽപ്പിച്ച് കിടക്കുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഈ വർഷം തന്നെ നമ്മൾ കണ്ട മറ്റൊരു ആനയുടെ കാരണം കൊണ്ടുണ്ടായ ഒരു മരണമാണ് വടമല അജീഷ്, അതുപോലെ തന്നെ പാക്കം പോള്, അതുപോലെ തന്നെ തിരുനെല്ലിയിലെ ഒരു ഫോറസ്റ്റ് വാച്ചർ. അപ്പം ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഈ വർഷം ആനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം കണ്ടല്ലോ. അപ്പോൾ ആന എത്ര സ്പീഡിൽ ഓടുന്നത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഓടുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ആനേനെ കാണുമ്പോൾ നമ്മൾക്ക് പേടിയാവും. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആനേനെ കാണുമ്പോൾ നമ്മൾ പേടിക്കും. ആ വിറയൽ നമ്മുടെ ഓട്ടമൊക്കെ നിന്ന് പോകും. പണ്ട് കുറേ കാലങ്ങൾക്ക് മുന്നേ എന്നെ ആന ഓടിച്ചിട്ടുണ്ട്. ഒരനുഭവം എനിക്കുണ്ട്. ആ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുത്തങ്ങ ഗുണ്ടൽപേട്ട് റോഡിൽ ബൈക്കിൽ, എൻ്റെ കോളേജ് കാലഘട്ടങ്ങളിൽ ഞാൻ ബൈക്കിൽ എൻ്റെ കൂട്ടുകാരുമൊത്ത് പോകുന്ന സമയത്ത് ഒരാന റോഡ് സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ ആ
ആന നിൽക്കുന്നതിൻ്റെ നേരെ തന്നെ ഒരു 3 ഹമ്പ്. പണ്ട് മുത്തങ്ങ റോഡിലൂടെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് മുത്തങ്ങ മൈസൂർ റോഡിൽ, ഗുണ്ടൽപേട്ടൊക്കെ ആ കാടിൻ്റെ ഫോറസ്റ്റിലെ കൊടുമ്പാനത്തിൽ, കർണാടക ഫോറസ്റ്റിൻ്റെ ആ സ്ഥലത്താണ്. ഫോറസ്റ്റിൽ ആ ഒരു കുളമൊക്കെ ഉള്ള സ്ഥലത്ത് 3 ഹമ്പ്, ആ ഹമ്പിനോട് നേരെ നിൽക്കുന്ന ഒരു ആന. കൊമ്പൊന്ന് ചെറിയ കൊമ്പുള്ള ആനയാണ്, പക്ഷെ എന്നാലും ആന തന്നെയാണ്. നമ്മൾ ഈ ഹമ്പ് ചാടുന്ന സമയത്ത് നോക്കി ആന പാഞ്ഞ് ഞങ്ങളുടെ നേരെ ഇങ്ങനെ വരുവാണ്. നമ്മളിത് കാണുന്നുണ്ട്. നമ്മൾ ആ ഹമ്പ് ചാടുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേക്കും ടെൻഷനായി. ബൈക്ക് ഓടിച്ചത് എൻ്റെ കൂട്ടുകാരനായിരുന്നു. പക്ഷേ എന്തായാലും ആ സമയത്ത് ബുള്ളറ്റ് ഓഫായിപ്പോയി. സ്വാഭാവികമായിട്ട് നമുക്കറിയാം അത് അന്ന് സെൽഫുള്ള ബുള്ളറ്റല്ല. ബുള്ളറ്റ് ഓഫായും പോയി. നമുക്ക് പിന്നെ അത് സ്റ്റാർട്ടാക്കാനായിട്ടിട്ട് പറ്റിയില്ല. ഇതെല്ലാം ഒരു ചെറിയ സമയം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാട്ടോ. ഞാൻ ഇത്രയും വലിയ കഥയായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതിൽ ആന നമ്മുടെ നേരെ വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ ബുള്ളറ്റ് അവിടെ നിലത്ത് ഇട്ടിച്ചിട്ട് ഞങ്ങൾ ഓടി. ആ ഓട്ടം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എൻ്റെ ഒരു വിചാരം, ഞാൻ ഓടുന്നത് ഒരു 100 കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ ഓടുന്നത്. അത്ര സ്പീഡിൽ, അത്ര സ്ട്രെങ്ത് എടുത്ത്, അത്ര അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറഞ്ഞ പോലെ ആ സാധനം എല്ലാം കൂടെ കയറിയിട്ടുള്ളൊരു ഓട്ടം. അത്ര സ്പീഡിലാണ് ഞാൻ ഓടുന്നത്. ഈ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ആനയുടെ ചിഹ്നവിളി ഞങ്ങൾക്ക് കേൾക്കാം. ഇതെല്ലാം ഞാൻ പറയട്ടെ, ഒരു 10-20 സെക്കൻഡിനുള്ളിൽ നടക്കുന്ന കഥയാണ് കേട്ടോ. ഈ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ആനയുടെ ചിഹ്നവിളി കേൾക്കാം. ഈ ആനയുടെ ചിഹ്നവിളി കേൾക്കുന്ന സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആന ഞങ്ങളുടെ അടുത്തെത്തി, അത്ര ക്ലോസ് ആയിട്ടെത്തി. അപ്പം ഞാൻ ഇത്രയും, അതായത് 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്നെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, ഈ ആന നമ്മുടെ പുറകെ വരുമ്പോൾ ആണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഇഴഞ്ഞാണ് പോകുന്നത്. അതായത് അത്ര സ്പീഡില്ലാതെ ഞാൻ ഇഴഞ്ഞാണ് റോട്ടിൽ കൂടെ പോകുന്നത്. അതാണ് ആനയുടെ സ്പീഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് സ്പീഡില്ലാത്തതുകൊണ്ടല്ല, ആനയുടെ സ്പീഡ്, അത്രയും സ്പീഡിൽ ആന വരുമ്പോൾ നമ്മൾ സ്പീഡില്ലാത്തവരായി മാറും, അല്ലെങ്കിൽ നമ്മൾ വിറച്ചു പോകും. നമുക്ക് അത്രയും സ്പീഡിലൊന്നും നമ്മൾ ഓടൂല. ഓടിയാൽ തന്നെ ആന അതിലും വേഗത്തിലാണ് വരുന്നത്. അപ്പോൾ കഴിയുന്നതും ആനയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ സിക്സാക്കായിട്ട് ഓടുക എന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയുമെങ്കിലും അതൊന്നും പ്രാക്ടിക്കലല്ല. എല്ലായിടത്തൊന്നും അത് വർക്കൗട്ട് ആവില്ല. ആന ഓടാൻ വരുമ്പോൾ സിക്സാക്കായിട്ട് ഓടാൻ നമുക്ക് സമയം കിട്ടില്ല. ഉള്ള സമയം കൊണ്ട് ഓടി ജീവൻ രക്ഷിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അതേ എല്ലാവരും ചിന്തിക്കുള്ളൂ. അല്ലാണ്ട് സിക്സാഗ് നോക്കിയൊന്നും നിൽക്കുന്നതല്ല. സിക്സാഗ് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യത്തെ സിക്സാഗിൽ തന്നെ ആന ചിലപ്പോൾ അടിച്ച് ദൂരെ എറിഞ്ഞു കളയും. ഇതാണ് അവസ്ഥ. ഇവിടെയൊക്കെ എങ്ങനെ മനുഷ്യർ ഇവിടെ ജീവിക്കുന്നതെന്നാണ്. ഞാനിപ്പോൾ ആ കഥ പറഞ്ഞെങ്കിൽ പോലും എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം ആന അങ്ങനെ വന്നെന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു സംഭവം ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ഥലത്ത് നേരിട്ട് വന്നത്. ഒരു 2 ദിവസം കഴിഞ്ഞു ഈ ഒരു സംഭവം നടന്നിട്ട്, എങ്കിൽ പോലും ഞാൻ ഈ സ്ഥലം വന്ന് നേരിട്ട് കാണാനായിട്ട് ശ്രമിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ അത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെയുള്ള സ്കൂൾ പിള്ളേരൊക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ പിള്ളേർക്ക് എങ്ങനെ ഇതിലെ വിശ്വസിച്ച് പോകും? ഇവിടെയൊക്കെ കൂടുതലും റബ്ബർ തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെയാണ്. അപ്പോൾ എന്നും ആന വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞ് 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയാണ്. പകൽ ചില സമയത്ത് 6 മണി കഴിഞ്ഞാലും ആന വരുന്നതെന്ന് പറഞ്ഞു. ഇതുപോലെ വളരെ ഭീകരാവസ്ഥ തന്നെയാണ് ഈ ഒരു പ്രദേശമുള്ളവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും സംഭവം കണ്ടു. ഏതായാലും ആ ചേട്ടൻ്റെ രക്ഷപ്പെട്ടത് തന്നെ വലിയ ഭാഗ്യം. അല്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഒരു പടപല അജീഷോ പാക്കം പോളൊക്കെ ആയി മാറിയാനെ, ഒരു ദുരന്ത കഥകളെ, അല്ലെങ്കിൽ നമ്മുടെ മാറോട് രാജചേട്ടനൊക്കെ പോലെയൊക്കെ ഒരു ദുരന്ത കഥയും കൂടെ നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഏതായാലും ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു. വീടിൻ്റെ ഉള്ളിലും കയറിണ്ടോ? അതെന്നാ ഒരു മാസം മുന്നേ വീടിൻ്റെ ഉള്ളിൽ കയറിയാ? ഓ, ചേട്ടൻ്റെ വീടിൻ്റെ ഉള്ളിലും വന്നിട്ടുണ്ടെന്നാട്ടോ പറഞ്ഞു. ഇവിടെയൊക്കെ കമ്പി ഇട്ട്, ഇതൊക്കെ ചേട്ടൻ പൈസ കൊടുത്ത് ഇട്ടേക്കുന്നേ? കമ്പിയൊക്കെ സ്വന്തമായിട്ട് ഇട്ടേക്കുന്നേ അല്ലേ? ആ, എന്നിട്ടും ആന വരുന്നുണ്ട്. ഓ, ഇതിലെ കയറിയൊന്നു അതിലെ ആ വഴിക്കൂടെ ആ ഷെഡിന്റെ മൂലകഥ നേരെ വന്ന് ഇതാണ് അതിന്റെ ഒരു പാട് മാന്യമായതാണ്. ഒന്നാ കാണുന്നത്. പിന്നെ ഇതെന്നാ 25 ദിവസം ഒന്നാ തൂമ്പയുടെ ഫ്രണ്ട് കണ്ടോ? ഒരു കുഴിയായിരുന്നു. എന്നിട്ട് പിന്നെ ചെടി വന്നെല്ലാം കൂടിയതാ. അതിലെ വന്നിട്ട് ഇങ്ങോട്ട് കയറിയോ? ഇങ്ങോട്ട് ഇതിന്റെ മുകളിൽ ക്രോസ് ചെയ്തിട്ട് ഇതേ പോയി. ഇതിലേ അങ്ങ് പോയി. ഇപ്പം നമ്മൾ കണ്ട ആ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് മാറിയിട്ടുള്ള ഒരു വഴിക്കാണുള്ളത്. ആ വഴി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ആ ആന ആ പറമ്പിൽ കൂടെ, റബ്ബർ തോട്ടത്തിൽ കൂടെ ഒക്കെ കയറുക. ഇതിലെങ്ങനെയാണ് വന്നിറങ്ങുന്നത്? ഇറങ്ങുക, അതുപോലെ തന്നെ തിരിച്ച് കയറി പോകുന്നതും ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്ന് ഈ ഒരു വഴി കൂടെ ഇവിടുത്തെ ഈ ഗ്രീൻ നെറ്റും കാര്യങ്ങളൊക്കെ തകർത്ത് ഇതിലിങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കെട്ടിടം കാണാം. നമുക്കൊരു കെട്ടിടം കാണാം കേട്ടോ. ആ കെട്ടിടമൊക്കെ ആന ആ പോയ വഴിക്ക് തകർത്താണ്. ഇതിലേക്ക് നമുക്ക് ആന ചവിട്ടിയ പാടുകളൊക്കെ കാണാം. ഏതായാലും കാണുന്ന സംഭവം ഉണ്ട്. ഇവിടെയൊക്കെ ആന ചവിട്ടിയ കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണത് ഈ കാണുന്ന ഒരു ഷെഡ് തകർത്തു. പോയ വഴിക്ക് തകർത്താണ്. ഇതിലെ ചവിട്ടിയാണ് ആന പോയത്. ഒരു പക്ഷേ അതിൻ്റെ മുതുകോ അങ്ങനെ എന്തെങ്കിലും ഓരോ ഭാഗം തട്ടി പോയതായിരിക്കും. ഇതിലിങ്ങനെ പോവുകയാണ് കേട്ടോ. ഈ ഒരു വഴിക്കോടെ ഇങ്ങനെ പോവുകയാണ് ചെയ്തത്. ഇതുപോലെ ഈ ഒരു പ്രദേശത്ത് പല സ്ഥലത്തും നമുക്ക് ഇതേപോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. ഈ പോകുന്ന വഴിക്ക് ഇതേപോലത്തെ മണ്ണ് ഇടിഞ്ഞ് കിടക്കുന്ന, ഈ പോകുന്ന വഴിക്കൊക്കെ മണ്ണ് ഇടിഞ്ഞ് കിടക്കുന്ന പ്രദേശങ്ങൾ ഈ ഒരു വഴിക്ക് കുറേ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും.
ഇതുപോലെ സ്ഥിരമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രദേശം തന്നെയായി മാറിയിരിക്കുകയാണ് നടവേല് പ്രദേശം എന്ന് പറയുന്നത്.